നമസ്കാരം. വരാഹി ഡിവോഷണലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നവംബർ മാസഫലമാണ് ഇന്ന് പറയുന്നത്. നവംബർ 1 മുതൽ നവംബർ 30 വരെയുള്ള 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാരുടെ നവംബർ മാസഫലങ്ങളാണ് ഇന്ന് പറയുന്നത്. ഈ നവംബർ മാസം 1-ാം തീയതി തന്നെ ശുക്രൻ സ്വന്തം രാശിയായ തുലാം രാശിയിലേക്ക് മാറുന്നു. 17-ന് സൂര്യൻ വൃശ്ചികത്തിലേക്ക് മാറുകയാണ്. 23-ന് വീണ്ടും ശുക്രൻ തുലാം രാശിയിൽ നിന്ന് വൃശ്ചികം രാശിയിലേക്ക് കടക്കുകയാണ്. 28-ാം തീയതി ബുധൻ വൃശ്ചികത്തിൽ നിന്ന് പുറകോട്ട് സഞ്ചരിച്ച് തുലാത്തിലേക്ക് വരികയും ചെയ്യുന്നു. ഇനി ആദ്യത്തേത് മേടക്കൂറാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം വരുന്ന മേടക്കൂറ്. ഈ നവംബർ മാസം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ കാര്യങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും വരുന്നില്ല. പുതിയ വാഹനം വാങ്ങാനുള്ള യോഗം കാണുന്നു. അതുപോലെ തന്നെ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള യോഗം കാണുന്നു. വിലപിടിപ്പുള്ള സാധനങ്ങൾ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് മേടിച്ചു കൊടുക്കാനും അവരിൽ നിന്ന് അത്തരത്തിലുള്ള ഉപഹാരങ്ങൾ കിട്ടുവാനുമുള്ള യോഗം കാണുന്നു. അതുപോലെ തന്നെ പുതിയ ഗൃഹ നിർമ്മാണത്തിനുള്ള ചർച്ചകളൊക്കെ അനുകൂലമായിട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ അത് വാങ്ങാനുള്ള യോഗം ഉണ്ടാകുന്നതാണ്. പുതിയ വാഹനം വാങ്ങുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ ചെയ്യുകയോ എല്ലാം ചെയ്യാനുള്ള യോഗം കാണുന്നു. കൂടാതെ വിദേശത്ത് പോയി ജോലി ചെയ്യാനുള്ള ഒരു യോഗം കാണുന്നു. ചിലപ്പോൾ ഇവർക്കാവാം അല്ലെങ്കിൽ ഇവരുടെ ഉറ്റ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ഉറ്റ ബന്ധുക്കൾക്കോ ആയിരിക്കാം ഈ യോഗം വരുന്നത്. ഇവരുടെ മാതാവിന്റെ ആരോഗ്യസ്ഥിതി വളരെ മെച്ചപ്പെടുന്നതായിരിക്കും. ഈ നക്ഷത്രക്കാർ നവംബർ മാസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്വന്തം കുടുംബ ജീവിതത്തിൽ പങ്കാളിയുമായി കലഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് കുടുംബജീവിതം നല്ല രീതിയിൽ ക്ഷമയോടും ആത്മാർത്ഥതയോടും കൂടി സംശയങ്ങൾക്കൊന്നും ഇടകൊടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ വലിയ കലഹങ്ങൾക്ക് വഴിയൊരുക്കുന്നതായിരിക്കും. മാത്രമല്ല കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായ ഒരു അവസ്ഥയും കാണപ്പെടുന്നു. എന്നിരുന്നാലും സാമ്പത്തികമായി നേട്ടങ്ങളും പ്രവർത്തനത്തിൽ വിജയകരമായ ഒരു ഭാവിയും കാണുന്നുണ്ട്. മാത്രമല്ല ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ മേട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാരും കുറച്ചധികം തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപകട സാധ്യത ഏറെയാണ്. അടുത്തത് ഇടവക്കൂറാണ്. കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിന്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ശുക്രന്റെ മാറ്റവും അതുപോലെ തന്നെ ബുധൻ തിരിച്ച് 6-ലേക്ക് വരുന്നതും ഈ മാസത്തിന്റെ അവസാനമാണ്. ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തിക ജോലി സംബന്ധമായ കാര്യങ്ങളിലും വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും ജോലിയിലെ ഇവരുടെ കഴിവിന്റെ അടിസ്ഥാനത്തിലുള്ള ഉയർച്ചയുടെ പ്രൊമോഷന്റെ കാര്യത്തിലുമൊക്കെ വളരെ ഗുണകരമാണ്. ത്വക്ക് രോഗങ്ങൾക്കൊക്കെ സാധ്യത ഏറെയാണ്. മാത്രമല്ല ഉദരസംബന്ധമായ രോഗങ്ങൾ മുഖേന ശസ്ത്രക്രിയ വരെ വേണ്ടി വന്നേക്കാം. ഈ നക്ഷത്രക്കാർ ഈ മാസത്തിന്റെ അവസാന ആഴ്ച വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും വളരെ ശ്രദ്ധിക്കണം. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. ഇവർക്ക് ജീവിത പങ്കാളിയെ വിട്ട് പിരിഞ്ഞു നിൽക്കേണ്ടതായ ഒരു അവസ്ഥ ഈ മാസം അവസാനം വരുന്നതാണ്. അതുകൊണ്ട് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും വളരെ കരുതലോടുകൂടി മുന്നോട്ട് പോവുക. നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായോ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലോ അടുത്ത ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ വളരെയധികം ധനസഹായമോ അല്ലാതെ തൊഴിൽപരമായിട്ടുള്ള സഹായമോ ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. മാത്രമല്ല പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടുള്ളവർക്ക് ഒരു തകർച്ചയുടെ വക്കിലാണ് അത് ഇരിക്കുന്നത് എങ്കിൽ അതിന്റെ എല്ലാം സ്ഥിതി വിശേഷമൊക്കെ മാറി അവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ബിസിനസ് പുതിയതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ പുതിയ ജോലി നേടുന്നവർക്കും അതിലെല്ലാം നല്ല പുരോഗമനം ഉണ്ടാകുന്നതാണ്. അതുമാത്രമല്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഈ മാസം കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതമാണ്. അത് മാത്രമല്ല നിങ്ങളുടെ പങ്കാളിക്ക്, അതായത് പുരുഷന്മാരാണ് ഈ ഇടവക്കൂറിൽ പെടുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ചെറിയ രീതിയിലുള്ള രോഗാവസ്ഥയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രണയിക്കുന്നവരാണെങ്കിൽ അവരുടെ പ്രണയ ബന്ധങ്ങൾ പരാജയപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും വിജയം നേടുമെങ്കിലും കുടുംബപരമായിട്ട് അല്ലെങ്കിൽ ബന്ധങ്ങളിൽ കുറച്ച് വിള്ളലുകൾ വരാൻ സാധ്യതയേറെയാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മകയിരത്തിന്റെ 2-ാമത്തെ പകുതി, തിരുവാതിര, പുണർദത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഈ മാസം വളരെയധികം സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിലെ വിജയവും ഉണ്ടാവുന്നതാണ്. വളരെ കാലമായി കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിയെ കണ്ടുമുട്ടുകയും അവരുമായി പുതിയ ബന്ധം സ്ഥാപിക്കാനും യോഗം കാണുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അത് വിജയത്തിൽ എത്തിച്ചേരാനും സാധിക്കുന്നതാണ്. നല്ല രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സാമ്പത്തികം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാണ്. കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് ധനം കയ്യിൽ വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരുടെയും ബന്ധുക്കളുടെയും സ്നേഹവും പരിചരണവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
പൂർവിക സ്വത്തെല്ലാം കയ്യിൽ വന്നു ചേരാനുള്ള യോഗവും ഉണ്ടാവുന്നു. ഈ നക്ഷത്രത്തിൽപ്പെട്ട ചിലർക്കൊക്കെ വിദേശ യാത്ര വേണ്ടിവരും, അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ച നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായ ഒരു അവസ്ഥയും വരുന്നുണ്ട്. ഭാഗ്യക്കുറികൾ അല്ലെങ്കിൽ ചിട്ടി പോലെയുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള യോഗവുമുണ്ട്. അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള ബിസിനസ്സുകളിൽ നിന്നൊക്കെ സമ്പാദിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഈ വരുന്ന നവംബർ മാസം. മാത്രമല്ല ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ സ്ഥലത്ത് ജോലി കിട്ടാനുള്ള യോഗവും കാണുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് ഒരു അവസ്ഥയുമുണ്ട്. അതായത് പുതിയ ജോലിയും പുതിയ സ്ഥലവുമായി നിങ്ങൾക്ക് പൊരുത്തപ്പെടേണ്ടതായി വരുന്നു. ഈ നക്ഷത്രക്കാർക്ക് ത്വക്ക് സംബന്ധമായ രോഗങ്ങൾക്ക് ചാൻസസ് ഉണ്ട്. മാത്രമല്ല ഈ നക്ഷത്രക്കാരുടെ പിതാവിനും ഇവരുടെ മക്കൾക്കും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം വരാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് മുൻകരുതലോടുകൂടി മുന്നോട്ട് പോവുക. അടുത്തത് കർക്കിടകം രാശിയിൽ വരുന്ന പുണർദത്തിന്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. ഇവരെ ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന മാനസികമായിട്ടുള്ള ആ ഒരു ഭയമെല്ലാം വിട്ടകന്നു പോകുന്ന ഒരു മാസമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പുതിയ അന്തരീക്ഷത്തിൽ താമസിക്കേണ്ടതായി വരികയും പുതിയ ജോലിയുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ വ്യക്തികളെ പരിചയപ്പെടാൻ അവരുമായി നല്ല രീതിയിൽ ബന്ധം സ്ഥാപിക്കാനും അവരിൽ നിന്ന് ഗുണകരമായ കാര്യങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സ്വത്ത് തർക്കത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതും മാതാവിനുമായി ബന്ധപ്പെട്ട്, അതായത് മാതാവിന്റെ ബന്ധുജനങ്ങളിൽ നിന്ന് സ്വത്ത് തർക്കങ്ങൾക്കൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത് മുഖേന നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് ഇവർക്ക് ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയമൊക്കെ ഉണ്ടാവുന്നതാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം വളരെയേറെ വർദ്ധിച്ചിരിക്കുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ ഭയത്തിന്റെയും ഒരു ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല ഈശ്വരൻ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക സ്ഥിതിയും ജോലിയിൽ നല്ല രീതിയിലുള്ള നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതാണ്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ ആശങ്കയും നിങ്ങളുടെ മനസ്സിൽ വേണ്ട. അതുപോലെ തന്നെ രാത്രിയിലുള്ള കുളിയും തണുത്ത വെള്ളം ഉപയോഗിക്കുന്നതുമൊക്കെ കുറയ്ക്കുക. നീരിറക്കം സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇത് മുഖേന തലവേദന, തൊണ്ടവേദന തുടങ്ങിയ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഈ നക്ഷത്രക്കാർ കുറച്ച് കഫ പ്രകൃതി ആയതുകൊണ്ട് തന്നെ കഫക്കെട്ട് വരാനുള്ള സാധ്യത ഏറെയാണ്. സാമ്പത്തികമായ നേട്ടം നല്ല രീതിയിൽ ഉണ്ടാകുന്നതാണ്. മാത്രമല്ല ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലെല്ലാം ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. കൂടാതെ നിങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധയോടുകൂടി തന്നെ സംസാരിക്കുക. ചിലപ്പോൾ വാക്ക് നിങ്ങൾക്ക് ഒരു മൂർച്ചയേറിയ ആയുധമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇത് നിങ്ങൾക്ക് ശത്രുക്കളെ സൃഷ്ടിക്കാം. അതുകൊണ്ട് വാക്ക് ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു മാത്രം ഉപയോഗിക്കുക. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രം. സാമ്പത്തികമായ ലാഭവും പ്രവർത്തന വിജയവും ഈ മാസം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പെട്ടെന്നാണ് ഈ നക്ഷത്രക്കാർക്ക് പല ശുഭകാര്യങ്ങളും നടക്കുക. പുതിയ വീട് വാങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തടസ്സം നിന്നതെല്ലാം മാറിക്കിട്ടുന്നതാണ്. ഒത്തിരി ധനം സമ്പാദിക്കുമെന്നല്ല പറയുന്നത്. ഇവരുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകാനുള്ള സാമ്പത്തിക സഹായം സമയത്ത് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. പുതിയ ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ പുതിയ ചില ശീലങ്ങൾ, ജോലിയിൽ ഉണ്ടാവുന്ന പുതിയ ശീലങ്ങൾ ഇവർക്ക് പുതിയ ഗുണങ്ങൾ ഉണ്ടാക്കി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കും. അതായത് ചിങ്ങക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ സഹോദരങ്ങളിൽ നിന്ന് ധനസഹായം ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായി കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ എന്നിവ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അഗ്നി സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അഗ്നിബാധ ഏൽക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് ഇതൊക്കെ ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഗുണകരമായി വരുന്ന ഒരു കാര്യങ്ങളൊക്കെ തട്ടിത്തെറിച്ചു പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ഒരു സമീപനം പാലിച്ചു മുന്നോട്ട് പോവുക. മാത്രമല്ല വലിയ പൊസിഷനിലിരിക്കുന്ന വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാനും അവരുമായി ഇടപെടാനുമുള്ള ഒരു സാഹചര്യം വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം സൗമ്യതയോടുകൂടി തന്നെ പെരുമാറുക. മാത്രമല്ല സംശയാസ്പദമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവാനും അപവാദങ്ങൾ കേൾക്കാനും സാധ്യതയുണ്ട്. നല്ല രീതിയിൽ ജോലി ചെയ്താലും അതെല്ലാം മറ്റുള്ളവർ വില കുറച്ച രീതിയിൽ കാണുകയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അതിനൊക്കെ ഒരു വിമർശനം ഉണ്ടാക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപവാദങ്ങളെയൊക്കെ ഭയക്കാതെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ കർമ്മങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. കൂടാതെ മാതാവിന് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല മാതാവിന്റെ ബന്ധുജനങ്ങളോ അല്ലെങ്കിൽ സഹോദര തുല്യരായിട്ടുള്ളവർക്കോ എന്തെങ്കിലും രോഗാവസ്ഥ വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ വിഷമങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അടുത്തത് കന്നിക്കൂറാണ്. ഉത്രത്തിന്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിന്റെ അവസാനം വരെ ഇവർക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്.
പ്രത്യേകിച്ച് ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ സമ്പത്തെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു ഭൂമിയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ചെറിയ വീടാണെങ്കിലോ അത് പണയത്തിലാണെങ്കിൽ അതെല്ലാം വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല സാമ്പത്തികമായി നല്ല രീതിയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. മാത്രമല്ല കുറെ കാലങ്ങളായി നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളൊക്കെ ഇവരിലേക്ക് വീണ്ടെടുക്കാനുള്ള ഒരു സാമ്പത്തിക ശക്തി ഇവർക്ക് കിട്ടുന്നതായിരിക്കും. ഈശ്വരാധീനം കൊണ്ട് നിങ്ങൾക്ക് ധനം വരുന്നതാണ്. അല്ലെങ്കിൽ സ്വന്തം കർമ്മ പ്രവർത്തികൾ കൊണ്ട് ഒരു ഭാഗ്യം പോലെ എന്നോണം ഇവരിലേക്ക് പണം വന്നു ചേരുന്നതാണ്. കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ധനം ഇവരിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. പ്രണയബന്ധങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെടാൻ പോവുകയാണ്. അതുപോലെ തന്നെ വിവാഹത്തിൽ തടസ്സം നേരിട്ടിരുന്നവർക്ക് വിവാഹ തടസ്സങ്ങളെല്ലാം മാറി അനുയോജ്യമായ വിവാഹങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട് യാത്രകളൊക്കെ വേണ്ടിവരാം. അതുപോലെ തന്നെ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതുമായി സംബന്ധിച്ച് യാത്രകളൊക്കെ വേണ്ടി വരുന്നതാണ്. ഈ യാത്രകൾ മുഖേനയുള്ള ഫലങ്ങളെല്ലാം നല്ല രീതിയിലുള്ള വിജയം ഉണ്ടാക്കി തരുന്നതായിരിക്കും. വീട്ടിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സഹോദര സ്ഥാനത്തുള്ളവർക്ക് ആരോഗ്യപരമായി കുറച്ച് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അത് കുറച്ച് ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. കൂടാതെ ഈ നക്ഷത്രക്കാർ ആയുധമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതെല്ലാം കുറച്ച് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്. കരുതലോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും മുന്നോട്ട് പോവുക. അടുത്തത് തുലാം രാശിയാണ്. ചിത്രയുടെ രണ്ടാമത്തെ പകുതി, ചോതി വിശാഖത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഈ മാസത്തിലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടാണ് കാണുന്നത്. ചൊവ്വയുടെ ദൃഷ്ടിദോഷങ്ങളൊക്കെ മാറിയ ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് തന്നെ ആശങ്കപ്പെട്ടിരുന്ന പല കാര്യങ്ങളിൽ നിന്നും ഇവരുടെ മനസ്സിന് സമാധാനം ലഭിക്കുന്നതാണ്. ഒത്തിരി വിഷമങ്ങളും നൈരാശ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതിൽ നിന്നൊക്കെ മാറി വരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഈശ്വരാധീനം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ജോലിയിൽ എന്തെങ്കിലും ക്ഷയമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളിലും ഇവർക്ക് ഈശ്വരാധീനം മുഖേന പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവർക്ക് നവംബർ മാസത്തിന്റെ പകുതിക്ക് ശേഷം നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുക. ഇവരുടെ മാതാപിതാക്കളുടെ സ്ഥാനത്തുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ബന്ധുക്കളാണെങ്കിലും അല്ലെങ്കിൽ രക്തബന്ധത്തിൽപ്പെട്ട പ്രായമേറിയ ബന്ധുക്കളിൽ നിന്നാണെങ്കിലും കൂടുതൽ മനസ്സിന് സന്തോഷം നൽകുന്ന തരത്തിലുള്ള രീതിയിലേക്ക് വന്നു ചേരുന്നതാണ്. ഇവർക്കുണ്ടായിരുന്ന രോഗാവസ്ഥയിൽ നിന്നെല്ലാം ഒരു മുക്തി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് വിദേശത്ത് പോവാൻ തടസ്സം നേരിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ മക്കൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ജോലിയെല്ലാം ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക്, അതായത് മക്കൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ജീവിത പങ്കാളിയെ ലഭിക്കാനുമുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് വിദേശത്ത് ഉപരിപഠനത്തിനൊക്കെ ശ്രമിച്ചവർക്ക് തടസ്സങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിൽ നിന്നോ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് വരുന്നവരിൽ നിന്നും അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണപ്രദമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് അവർക്ക് തിരിച്ചും നല്ല രീതിയിലുള്ള സഹായങ്ങൾ ഈ മാസം ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഈ നക്ഷത്രക്കാരുടെ മക്കൾക്ക് കുറച്ച് അലർജി പോലെയുള്ള രോഗങ്ങളോ ത്വക്ക് രോഗങ്ങളോ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഇവരുടെ മനസ്സിൽ കുറച്ച് വേദനകളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദര രോഗങ്ങൾക്ക് കുറച്ച് സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. അതായത് രോഗാവസ്ഥയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ വൈദ്യസഹായം തേടി അത് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അടുത്തത് വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖത്തിന്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരികയും കാര്യങ്ങൾക്കൊക്കെ ഒരു മംഗളകരമായ ഒരു അവസ്ഥയുണ്ടാവുന്നു. വിവാഹ സംബന്ധമായി നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. അത് മാത്രമല്ല ജോലിയിൽ നേരിട്ടിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. മാത്രമല്ല വിദേശത്ത് ജോലി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ തടസ്സം നേരിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. മാത്രമല്ല പിതാവുമായോ മാതാവുമായോ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും അകൽച്ചയുമെല്ലാം ഈ മാസം അതെല്ലാം മാറി അവരുമായി കൂടുതൽ അടുക്കാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. മാത്രമല്ല ബന്ധുജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒത്തിരി സഹായങ്ങൾ ലഭിക്കാനും സാധ്യതയുള്ള മാസം തന്നെയാണ്. ഈശ്വരാധീനം വളരെ നല്ല രീതിയിൽ തന്നെ ഈ വൃശ്ചികക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സാമ്പത്തിക നേട്ടം എന്നത്. അത് പലതരത്തിലുള്ള ധന നേട്ടങ്ങൾ ഇവരെ കാത്തിരിക്കുന്നതാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളികൾക്ക് നല്ല രീതിയിലുള്ള ജോലി കിട്ടി അതിൽ നിന്ന് നല്ല വരുമാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണെങ്കിൽ അതിൽ നിന്നെല്ലാം നല്ല രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രണയബന്ധങ്ങളൊക്കെ സാഫല്യമാകുന്ന ഒരു മാസം കൂടിയാണ് ഈ നവംബർ മാസം.
അതുപോലെ തന്നെ ഈ മാസം ഇവർക്ക് നല്ല വിശേഷപ്പെട്ട സമ്മാനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ കർമ്മരംഗത്ത് കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇവർ എപ്പോഴും സൂക്ഷിച്ചു മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടതാണ്. ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന രൂപത്തിലാണ് ശത്രുക്കൾ പതുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ജാഗരൂകരായി തന്നെ മുന്നോട്ട് പോവേണ്ടതാണ്. നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ രഹസ്യങ്ങൾ അങ്ങനെ എല്ലാവരോടും പറയാതിരിക്കുക. എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം നീക്കുക. പ്രാർത്ഥനയും മനഃശക്തിയും കൈവിടാതിരിക്കുക. ഈ നക്ഷത്രക്കാരുടെ മാതാവിന്റെ ആരോഗ്യസ്ഥിതി കുറച്ച് മോശമാണ്, അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് കാല് സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്, അതുകൊണ്ട് അതും ശ്രദ്ധിച്ചിരിക്കുക. അടുത്തത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഈ നവംബർ മാസം വളരെ വലിയ തരത്തിലുള്ള വിജയങ്ങൾ ഇവരെ തേടി വരുന്നത്. വളരെയധികം ദുഃഖദുരിതത്തിൽ ജീവിച്ചിരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഇതിനെല്ലാം ഒരു മാറ്റം സംഭവിക്കുകയും മനസ്സിൽ ഉണ്ടായിരുന്ന ഭയമെല്ലാം വിട്ടൊഴിഞ്ഞ് നല്ല രീതിയിൽ പുരോഗമനം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഇവരുടെ ഇത്രയും നാൾ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദോഷഫലങ്ങൾക്കും ഒരു മാറ്റം സംഭവിച്ച് എല്ലാ കാര്യങ്ങൾക്കും നല്ല ഗുണകരമായ ഒരു ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ പല അധികാരികളിൽ നിന്നും ഇവർക്ക് നല്ല രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സഹായങ്ങളൊക്കെ ആയിരിക്കും ഉന്നത സ്ഥാനീയരായിട്ടുള്ളവരിൽ നിന്നൊക്കെ ഇവർക്ക് ലഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പിതാവിന്റെ ആരോഗ്യസ്ഥിതി കുറച്ച് മെച്ചമാവുന്നതായിരിക്കും. മറ്റുള്ളവരിൽ നിന്ന് സാമ്പത്തികപരമായിട്ടല്ല മാനസികപരമായിട്ടുള്ള ഒത്തിരി ആശ്വാസ വാക്കുകളും ആശ്വാസ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ വീട്ടിൽ പുതിയതായി പല ഉപകരണങ്ങളും വാങ്ങാനുള്ള യോഗം കാണുന്നു. അതുപോലെ തന്നെ പിണങ്ങി നിന്നിരുന്ന ദമ്പതികളാണെങ്കിൽ അവർ തമ്മിൽ അടുക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ വരാൻ പോവുകയാണ്. അതിനാൽ പിണക്കങ്ങളൊക്കെ മറന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. കുടുംബ ബന്ധങ്ങളിൽ നല്ല സമാധാനവും സന്തോഷവുമായ ഒരു അവസ്ഥ നിലനിൽക്കുന്നതായിരിക്കും. അത് മാത്രമല്ല ഒരു സാമ്പത്തിക വർധനവും ഉണ്ടാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ നവംബർ മാസം. പൊതുവെ ഒരു ഐശ്വര്യം ഉണ്ടാവുന്ന ഒരു മാസമായിട്ടാണ് ഈ നവംബർ മാസം കാണപ്പെടുന്നത്. ഈ നക്ഷത്രക്കാർക്ക് കണ്ടകശനി ഉണ്ടെങ്കിലും 8ൽ നിൽക്കുന്ന വ്യാഴം ശനിയെ വീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ 4ാം ഭാവത്തിൽ നിൽക്കുന്ന കണ്ടകശനിയുടെ ദോഷം കുറയുകയും 8ൽ നിന്നുകൊണ്ട് അപ്രതീക്ഷിത ധനസഹായവും ഈശ്വരാധീനവും അവർക്ക് കൊടുക്കുന്നു എന്നതാണ് വാസ്തവം. അതുകൊണ്ട് സ്വാഭാവികമായും ഗുണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യസാധ്യങ്ങളെല്ലാം ഏറ്റവും വിജയകരമായി മുന്നോട്ട് പോകുന്നതാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തന വിജയം എന്നിവയാണ് ഈ മാസത്തിൽ ഇവർക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. എന്നിരുന്നാലും ആരോഗ്യ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. സഹോദര തുല്യരായിട്ടുള്ളവർക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നം ഉണ്ടാവുകയും അത് ഓപ്പറേഷൻ വരെ എത്തിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അടുത്തത് മകരക്കൂറാണ്. ഉത്രാടത്തിന്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു കാലമാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് വീട് വെക്കുന്നതായ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നല്ല അനുകൂലമായ ഒരു സാഹചര്യമാണ്. പൂർണ്ണമാവാതെ വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് ഈ മാസം. അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തികവും അല്ലാതെയുമായ കാര്യങ്ങളൊക്കെ ഇവരിലേക്ക് വന്നു ചേരുന്നതാണ്. വിവാഹ തടസ്സങ്ങളൊക്കെ മാറി അനുയോജ്യമായ വിവാഹങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യത കാണുന്നു. സഹോദരിയുടെ വിവാഹ സംബന്ധമായ തടസ്സങ്ങളൊക്കെ മാറി വിവാഹം നടക്കാനുള്ള സാധ്യത കാണുന്നു. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി അതിനൊക്കെ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള അരക്ഷിതാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ശമനം കിട്ടുന്നതായിരിക്കും. ഇവർ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതലും ഉദര രോഗങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു. ദുശീല സ്വഭാവങ്ങളുള്ളവരൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ആന്തരിക അവയവങ്ങൾക്കൊക്കെ കുറച്ച് ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. മാത്രമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായ ഒരു കാലം കൂടിയാണ്. ഇവർക്ക് ലോട്ടറി സംബന്ധമായ കാര്യങ്ങളൊക്കെ അടിക്കാനുള്ള സാധ്യത ഏറെയാണ്. പിതാവിന്റെ ആരോഗ്യസ്ഥിതി കുറച്ച് മോശകരമായി വരുന്നതാണ്. കൃത്യമായ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടത്തിന്റെ 2ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രക്കാരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവം 6ലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. അതുപോലെ ശുക്രന്റെ നില 9ൽ നിന്ന് 9ലേക്ക് വന്നിരിക്കുന്നു. ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഈശ്വരാധീനം വളരെ നന്നായിട്ട് വർദ്ധിച്ചിരിക്കുന്നു ഈ നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ 6ലെ നിലയും ദോഷം ചെയ്യില്ല. കർക്കിടം രാശി ആയതുകൊണ്ട് തന്നെ ഇവിടെ ശുക്രൻ സ്വന്തം രാശിയിൽ നിൽക്കുന്നത് എന്തായാലും വളരെ ഗുണകരമാണ്.
അതുപോലെ തന്നെ 10ാം ഭാവത്തിൽ ചൊവ്വയും ബുധനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ സ്പെഷ്യലായി പഠിക്കുന്നവർ, അതായത് ഏതെങ്കിലും കാറ്റഗറി എടുത്ത് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നവർക്ക് വളരെ ഗുണകരമായ ഒരു കാലമാണ് വരുന്നത്. നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 3 ആഴ്ച വളരെ ഗുണകരമാണ്. അവസാനത്തെ ആഴ്ച കുറച്ച് ഗുണകരമല്ലാത്ത ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇവർക്ക് സ്വന്തം വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചിട്ട് നല്ലൊരു ജോലി ലഭിക്കാനുള്ള യോഗവും കാണുന്നു. മാത്രമല്ല വിദേശ യാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നു. ഇവർക്ക് ശുക്രൻ ബലവാനായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളിലെല്ലാം വളരെ ഗുണമാണ് കാണുന്നത്. അതുപോലെ തന്നെ വിദേശ വസ്തുക്കളൊക്കെ കച്ചവടം നടത്തുന്നവർക്ക്, അതായത് വിദേശ നിർമ്മിത വസ്തുക്കൾ സ്വന്തം നാട്ടിൽ കച്ചവടം നടത്തുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേന കൂടുതൽ വിജയം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കലാപരമായ കഴിവുകളുള്ള ഈ നക്ഷത്രക്കാർക്ക് അവരുടെ കഴിവുകളെല്ലാം നല്ല രീതിയിൽ പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. മാത്രമല്ല സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്നതാണ്. നല്ല രീതിയിലുള്ള ഈശ്വരാധീനവും ഉണ്ടാവുന്നതായിരിക്കും. കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ നവംബർ മാസത്തിന്റെ അവസാന സമയങ്ങളിൽ, അതായത് അവസാന ആഴ്ചകളിൽ നിങ്ങൾക്ക് സ്ത്രീകൾ മുഖേന തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ബിസിനസ് സംബന്ധമായോ ജോലി സംബന്ധമായോ കാര്യങ്ങളിൽ സ്ത്രീകൾ മുഖേന തന്നെ നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവർക്ക് കുറച്ച് ആരോഗ്യസ്ഥിതി ദോഷകരമായി വരാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ വളരെയധികം വേദനയുണ്ടാക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് പാദസംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഓടിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഴ്ചയ്ക്കുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധയോടുകൂടി നടക്കാനും വാഹനം ഓടിക്കാനും എല്ലാം ശ്രമിക്കുക. അടുത്തത് മീനക്കൂറാണ്. ഊരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരാണ്. നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം ഇവർക്ക് അനുകൂലമായി വന്നിരിക്കുന്ന ഒരു മാസമാണ് ഈ നവംബർ മാസം. ശുക്രന്റെ 8ലെ നില ഇവർക്ക് നല്ല രീതിയിൽ ഗുണപ്രദമാണ്. പിതാവിന് കുറച്ച് രോഗാവസ്ഥയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് അധികാരികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ തെറ്റാനോ സാധ്യത കാണുന്നുണ്ട്. അതായത് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുമായിട്ടുള്ള അധികാരികളുമായി തെറ്റാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവുന്നതാണ്. ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതായ ഒരു അവസ്ഥ വരുന്നതാണ്. ഇൻഫെക്ഷൻ പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും മറവ് സൂക്ഷിക്കാതെ ഓപ്പണായി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതാണ് ഈ മാസം ഇവർക്ക് ഏറ്റവും നല്ലതായിട്ടുള്ളത്. അതുപോലെ തന്നെ കർമ്മരംഗത്ത് ഇവർക്ക് നല്ല രീതിയിൽ ശോഭിക്കാൻ സാധിക്കുന്നതാണ്. അതിൽ നിന്ന് നല്ല രീതിയിലുള്ള വരുമാനം ഇവർക്ക് കിട്ടുന്നതായിരിക്കും. ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ്. സന്തോഷവും സമാധാനം നൽകുന്ന യാത്രകളൊക്കെ ചെയ്യാനുള്ള യോഗം കാണുന്നുണ്ട്. ഈ പറഞ്ഞത് നിങ്ങളുടെ നവംബർ മാസ നക്ഷത്ര ഫലമാണ്. എല്ലാ നക്ഷത്രക്കാർക്കും അവരുടെ ദുഃഖ ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശാസ്താവിനെ പ്രീതിപ്പെടുത്തുക. എല്ലാവരും അമ്മേ നാരായണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ.